السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള നിയാഹത്ത്. നിയാഹത്ത് പാടില്ല എന്നാണ്. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചത്തില് കരയ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംറിൽ ജാഹിലിയ്യ, എന്റെ സമുദായത്തിലെ 4 കാര്യങ്ങൾ അത് ജാഹിലിയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പറഞ്ഞാല് ചെയ്യാൻ പാടില്ലാത്ത അജ്ഞതകാലത്ത് ആളുകൾ ചെയ്തു വന്നിരുന്നാണ്. ലാ യത്രുകൂനഹുന്ന, പക്ഷെ ആ കാര്യങ്ങൾ എന്റെ ഉമ്മത്തും ഉപേക്ഷിക്കുകയില്ല, അതവര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, പൈതൃകത്തിലുള്ള പെരുമയടിക്കൽ. അവരുടെ തറവാടിത്തവും മഹത്വവും പറഞ്ഞ് ഓരോരുത്തരെന്ത് ചെയ്യും, ഞാൻ ഇന്ന കുടുംബാണ്, ഇന്ന മഹത്താണ് എന്നൊക്കെ പറഞ്ഞ് ഫഖ്റ് അടിക്കുക. വത്തഅനു ഫിൽ അൻസാബ്, മറ്റൊന്ന് തറവാടിത്തത്തിനെ കുറിച്ച് ആക്ഷേപിക്കുക, നമ്മളെ കുടുംബത്തെ കുറിച്ച് ആക്ഷേപം. മൂന്നാമത് വൽ ഇസ്തിസ്ആഉ ബിൻ നുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടൽ. ഇന്ന നക്ഷത്രം ഉദിച്ചാൽ മഴ പെയ്യും, ഇന്നത് കൊണ്ട് മഴ പെയ്യും, നമ്മൾ കർക്കിടകം ഒന്നായാലും മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ് അതിലെ വിശ്വസിക്കുക എന്നുള്ളത് ജാഹിലിയത്തിൽപ്പെട്ടാണ്. വൻ നിയാഹത്തു, മരണപ്പെട്ട ആളുടെ പേരിൽ ദുഃഖത്തില് വാവിട്ട് കരയ എന്നുള്ളതാണ്. ഈ 4 കാര്യം ജാഹിലിയത്തിൽപ്പെട്ടതാണ്. അതിപ്പോഴും തുടർന്നു വന്നിരിക്കുന്നു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നായിഹത്തു ഇദാ ലം തതുബ് ഖബല മൗതിഹ, ഇങ്ങനെ മരണ വീട്ടിൽ ഉച്ചത്തിൽ കരയുന്ന ആളുകൾ അവർ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലും മിൻ ഖത്റാൻ, ഖിയാമത്ത് നാളിൽ അവർ വരുമ്പോ ഉരുക്കിയ താറിനാലുള്ള ഒരു മൂട് വസ്ത്രം അവരെ അണിയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഇത് കരയാനായിട്ട് പ്രത്യേക ആളുകൾ ഉണ്ടായിരുന്നു. മരിച്ച വീട്ടില് ചില അമ്മായികൾ ഉണ്ടാവുമല്ലോ, അവര് മരിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത് കരയാനായിട്ട് അഭിനയിക്കാൻ മാത്രമുള്ള അതുപോലുള്ള ഒന്നുണ്ടായിരുന്നു. വദിറും മിൻ ജറബ്, അതുപോലെ ശരീരം മുഴുവൻ ചൊറിയുന്നതായ ഒരങ്കിയും അവരെ അണിയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ദാറ് കൊണ്ടുള്ള ഒരു മൂട് വസ്ത്രവും ശരീരം മുഴുവൻ ചൊറിയുന്ന ഒരു അങ്കിയും അവരെ അണിയിക്കും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രയും ഗൗരവമുള്ളതാണ് മരിച്ച ആളെ കുറിച്ച് കരയൽ. മറ്റേ ഹദീസില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നതാനി ഫിന്നാസി ഹുമാ ബിഹിം കുഫ്റുൻ, 2 ആളുകൾ, ജനങ്ങളിലുള്ള 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവരിലെ കുഫ്ർ ഉണ്ടാകുന്നു എന്നാണ്. ഒന്ന് അത്താനു ഫിൻ നസബ്, തറവാടിനെ ആക്ഷേപിച്ച് പറയുന്ന സ്വഭാവം. സ്വന്തം തറവാടിനെ അല്ലെങ്കിൽ മറ്റുള്ള തറവാടിനെ എന്ത് ചെയ്യാണ്, ആക്ഷേപിച്ച് പരിഹസിക്കുന്നത്. മറ്റൊന്ന് നിയാഹത്ത് അലൽ മയ്യിത്ത്, മരിച്ച ആളുടെ പേരിൽ വാവിട്ട് കരയ എന്ന് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമ അവര് ആർത്ത് കരയുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ഇബ്രാഹിം, നമ്മള് മുമ്പ് പറഞ്ഞിരുന്ന സംഭവം, ആ കുട്ടി മരിച്ചപ്പോ ഉസാമ ബിൻ സയ്യിദ് എന്ത് ചെയ്തു, കരഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഹാദാ മിന്നി, ഇത് എന്റെ നടപടിയിൽപ്പെട്ടത്, എന്റെ ശരീരപ്പെട്ടതല്ല ഇങ്ങനെ ഉറക്ക കരയാന്നുള്ളത്. വലൈസ ബിസായിഹിൻ ഹഖ്ഖുൻ, ആർത്ത് കരയുന്ന ആൾക്ക് ഒരവകാശമില്ല, അവന് കരയാൻ പാടില്ല, അങ്ങനെ കരയാനുള്ള ഒന്നുമില്ല. പറഞ്ഞാൽ ഖൽബു യഹ്സുൻ വൽ ഐനു തദ്മ, ഹൃദയത്തിൽ വേദന ഉണ്ടാവും, കണ്ണ് നീരൊഴുകും, പക്ഷേ വലാ യുഗ്ദിബുർ റബ്ബ്, അള്ളാഹ് കോപിക്കുന്ന കാര്യത്തിലുള്ള പോലുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന്. അതേപോലെ ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്ത സമയത്ത്
അത് ഇസ്ലാമിലേക്ക് സംഘങ്ങളായിട്ട് വന്ന് ഞങ്ങൾ മുസ്ലിം ആയിക്കോളാം എന്ന് ഉടമ്പടി കരാർ ചെയ്തിരുന്ന സന്ദർഭത്തിൽ അതിൽപ്പെട്ട ഒന്നായിരുന്നു കരാർ ചെയ്തപ്പോ ആ കരാറിൽപ്പെട്ടതായിരുന്നു അല്ലാ നനോ, മരിച്ച വീട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യൂല, അല്ലെങ്കിൽ മരണത്തിന്റെ പേരിൽ ഞങ്ങൾ നിയാഹത്ത് നടത്തുകയില്ല എന്നും ഞങ്ങളോട് എന്ത് ചെയ്തു, ബയ്യത്ത് ചെയ്തു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിയാഹത്ത്, ഉച്ചത്തിൽ കരയ എന്നുള്ളത് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അതേപോലെ മുഖത്തടിക്കലും മാറിലും പിന്നെ ഒക്കെ അടിച്ചു വലിച്ചു കീറുക, കുപ്പായം കീറുക, ഇതൊക്കെ എന്താണ്, ജാഹിലിയത്ത്പ്പെട്ട വിലക്കപ്പെട്ട കാര്യങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന മൻ ലതമൽ ഖുദൂദ്, കവിളത്തടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. പറഞ്ഞ മോത്തടിച്ച് കരയുന്ന പെണ്ണുങ്ങളുണ്ടായിരുന്നു. വശഖ്തൽ ജുയൂബ്, മാറിടം വലിച്ചു കീറുന്നവർ. വദഅ ബിദഅവൽ ജാഹിലിയ, ജാഹിലിയ വാദമുന്നയിക്കുന്നവർ എന്ന് പറഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിൽ വിളിച്ചു പറയുന്നവര്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അപ്പൊ മരണം മൂലം വിപത്ത് ബാധിക്കുന്ന സന്ദർഭത്തിൽ അക്ഷമനായിക്കൊണ്ട് ഉച്ചത്തിൽ അട്ടഹസിച്ച് കരയുക, അതേപോലെ തലമുടി കെട്ടഴിക്കുക, മുടി കെട്ടഴിച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് പിന്നെ തല ആട്ടിക്കൊണ്ട് എന്ത് ചെയ്യാണ്, പല കോപ്രായങ്ങളും കാണിക്കല്, മാറിടം പിച്ച് ചെയ്യുന്നതിൽ, ഇതൊക്കെ അക്ഷമനാണ്. ക്ഷമല്ലാതെ പടച്ച റബ്ബിലുള്ള ഒരു ഖളായിലുള്ള വിശ്വാസമല്ലാതെ, പരിപൂർണ വിശ്വാസമല്ലാതെ വരുമ്പോഴാണ് ഈ പ്രവർത്തിക്കേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ച സമയത്ത് തന്നെ നമ്മൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്. അതോടുകൂടി എന്ത് ചെയ്തു, മറ്റെല്ലാം നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിക്കാനും തയ്യാറാണ് എന്നതാണ് ഒരു മുഅ്മിൻ അതോടുകൂടി എന്ത് ചെയ്യണത്, വിശ്വസിക്കുന്നതും പറയുന്നതും. അബൂ ബുറദ ഇബ്നു അബി മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ അബൂ മൂസക്ക് ശക്തമായ വേദന അനുഭവപ്പെട്ടു. അങ്ങനെ ആ വേദന അനുഭവിച്ച അദ്ദേഹം എന്ത് ചെയ്തു, ബോധം കിട്ടും, അബോധാവസ്ഥയിലായി. അങ്ങനെ അബോധാവസ്ഥയിലാകുന്ന സന്ദർഭത്തില് അദ്ദേഹത്തിന്റെ പിന്നെ തല കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മടിയിലായിരുന്നു ഈ അബൂ മൂസന്റെ തല ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ വളരെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. പക്ഷെ ഇദ്ദേഹം അബോധാവസ്ഥയിലാണ്, കേൾക്കുന്നുണ്ട്, പക്ഷെ അതിനെന്ത് ചെയ്യുന്നില്ല, മറുപടി പറയാനോ മിണ്ടാതിരിക്കാൻ പറയാനോ ഒന്നും കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോ പറഞ്ഞു, അന ബരിഉം മിമ്മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞോ അവരുമായിട്ട് ഞാനും ബന്ധമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിനസ് സാലിഖ, മരണപ്പെട്ടതിന്റെ പേരിൽ അട്ടഹസിച്ച് കരയുന്നവളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്കും ബന്ധമല്ല എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്. വൽ ഹാലിഖ, അതേപോലെ മരിച്ച ഒരാൾ മരണപ്പെട്ടതിന്റെ ദുഃഖത്തിൽ തലമൊട്ടയടിക്കുക, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വശാഖ, മാറിടം പിച്ച് ചീന്തുന്ന ആളുകൾ, പെണ്ണുങ്ങളും പുരുഷന്മാരും ഒക്കെ. അപ്പൊ ഇതുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരിച്ച ആളുടെ പേരിലുള്ള ദുഃഖം എന്നുള്ളത് കരയാം, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പറയലോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് ഇതില് ഈ ഹദീസുകളിലൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് വിശദീകരിക്കാം. സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.